الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا والذين هادوا والصابئون والنصارى من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകത പറയുന്നിടത്ത് റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് ഖുർആനിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സൂറത്തുകളിലായി അല്ലാഹു തആല പറയുന്നത് കാണാം. പ്രിയമുള്ളവരെ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആഖിറത്തിൽ ഒരു കാര്യത്തിലും അവർക്ക് ഭയമോ ദുഃഖമോ വേണ്ടതില്ല. മാത്രമല്ല, ആഖിറത്തിൽ അവർക്ക് ഭയപ്പെടാനില്ല എന്ന് മാത്രമല്ല, ഈ ദുനിയാവിലെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ, മരണം വരെയും ജീവിച്ചുപോയ ആ ജീവിതത്തെക്കുറിച്ചും അവര് ഈ ദുനിയാവിൽ വിട്ടേച്ചു പോയ മക്കൾ, കുടുംബം തുടങ്ങിയവയെ പറ്റി ഒന്നും തന്നെ അവർക്ക് ദുഃഖിക്കേണ്ടതുമില്ല. സുബ്ഹാനക യാ അലീം. ആരാണ് ഈ മഹാഭാഗ്യവാന്മാർ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളവരാരൊക്കെയാണ്? ഈ വിഭാഗത്തിൽ ഉൾപ്പെടാൻ പ്രിയമുള്ളവരെ നാം എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ കിതാബിൽ ധാരാളം ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞ ആ വിഭാഗത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ വിഷയം, അതിൽ പ്രധാനമായി ഒന്ന്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഹുദ, മാർഗദർശനം വന്നെത്തുമ്പോൾ അത് പിൻപറ്റുന്നവർ, അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതുമില്ല. പ്രിയമുള്ളവരെ, മനുഷ്യവർഗത്തിന്റെ, എന്റെയും നിങ്ങളുടെയും പിതാവായ അബുൽ ബശർ ആദം അലൈഹിമുസ്സലാം, നമ്മുടെ ഉമ്മ ഹവ്വ, ആ രണ്ടുപേരെയും അല്ലാഹു തആല ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവർ മുഖാന്തരം മനുഷ്യ സമൂഹങ്ങൾക്കാകമാനം അല്ലാഹു ഒരു അറിയിപ്പ് നൽകുന്നുണ്ട്. അതെന്താ അറിയോ? ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന, അല്ലെങ്കിൽ ചെല്ലുന്ന ആ ലോകത്തെ ജീവിതം ഒരു താൽക്കാലികം മാത്രമാണ്. യഥാർത്ഥ ജീവിതം ഏതൊരു സ്വർഗത്തിൽ നിന്നാണോ ആഖിറത്തിൽ നിന്നാണോ പുറത്തു പോകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ലോകത്തേക്ക് എത്തിപ്പെടാൻ വേണ്ട ഹുദ നിങ്ങൾക്ക് വന്നെത്തും. അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ്. ഇവിടെ ജീവിക്കുമ്പോ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ, നന്മക്കും ഗുണത്തിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും നൽകിക്കൊണ്ടിരിക്കും. നാം എന്താണ് ചെയ്യേണ്ടത്? ആ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതുപ്രകാരം ഇവിടെ ജീവിതം നയിക്കുക എന്നതാണ്. അങ്ങനെ നയിച്ചാൽ ഈ ദുനിയാവിലോ നാളെ ആഖിറത്തിലോ മനുഷ്യർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടി വരില്ല, കഴിഞ്ഞുപോയതിനെ പറ്റി അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 38-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാം,
قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. നാം പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ ആ ഹുദയെ, ആ മാർഗദർശനത്തെ പിൻപറ്റുന്നതാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഈ ആയത്തിൽ അല്ലാഹു തആല വിശദീകരിച്ച ഹുദ എന്താണ് അവിടെ ഹുദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങളായ മുഫസ്സിരീങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ഹുദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുർസലീങ്ങൾ, അള്ളാഹുവിന്റെ കിതാബുകൾ, അവസാനം കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ, അതാണ് ഇവിടെ ഹുദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഹുദയെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വ്യസനിക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. അല്ലാഹു അക്ബർ. നേർക്ക് നേരെ പറഞ്ഞാൽ അള്ളാന്റെ കിതാബും റസൂലുള്ളാന്റെ സുന്നത്തും മുറുകെ പിടിക്കുന്നവർക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതൊരു വല്ലാത്ത സന്തോഷ വാർത്തയാണ്. എത്രത്തോളം അറിയാം? വിശുദ്ധ ഖുർആനിൽ 7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ 35-ാമത്തെ ആയത്താണ് ഈ ആയത്തിന്റെ തഫ്സീറായി പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നത്. എന്തായത്? യാ ബനി ആദം ഇമ്മാ യഅതിയന്നകും റസൂലുൻ മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി ഫമനിത്തഖാ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദം സന്തതികളെ, ആദം നബിയുടെ മുഴുവൻ മക്കളെ വിളിച്ചിട്ട് പറയാൻ, ആദം സന്തതികളെ, നിങ്ങൾക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ വിവരിച്ചു തന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വരുന്ന പക്ഷം, അപ്പോൾ ദൂതന്മാർ വന്നാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും തഖ്വ പാലിക്കുകയും നിങ്ങളുടെ നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. ഫലാ ഖൗഫുൻ അലൈഹിം, അഥവാ അള്ളാഹുവിന്റെ മുർസലീങ്ങൾ ആയാത്തുകളുമായി അരികിലേക്ക് എത്തുമ്പോൾ അവരെ സ്വീകരിക്കുകയും അതുവഴി തഖ്വ പാലിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ അവർക്ക് എന്തില്ല? അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. ഇവിടെ മരണാനന്തര ലോകത്ത്, ആഖിറത്തിൽ. തഫ്സീർ അങ്ങനെയാണ്. അതുപോലെ വലാഹും യഹ്സനൂൻ, ദുനിയാവിൽ നഷ്ടപ്പെട്ട വിഭവത്തിൽ അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. പ്രിയമുള്ളവർ, ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കണം എന്താ? അതായത് നിങ്ങളുടെ ജനതയിൽ നിന്ന് തന്നെ എന്റെ ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വന്നാൽ ഓരോ സമൂഹത്തോടുമുള്ള കൽപ്പനയാണ്. അതിൽ ഒന്നാമത്തത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അങ്ങനെ കടന്നു വന്നാൽ ഇബ്രാഹിം നബിയുണ്ട്, അവിടുന്ന് ഇങ്ങനെ വന്നാൽ മൂസാ നബിയുണ്ട്, അവിടുന്ന് ഇങ്ങനെ വന്നാൽ ഈസാ നബിയുണ്ട്. അതിനപ്പുറത്തേക്ക് അവസാനം സയ്യിദുനാ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെ സമൂഹത്തിൽ ഏതൊക്കെ മുർസലീങ്ങൾ കടന്നു വന്നുവോ ആ മുർസലീങ്ങൾ നിങ്ങളെടുത്ത് വന്നാൽ അവരുടെ മേൽ ഞാൻ അവതരിപ്പിച്ച എന്റെ ഗ്രന്ഥത്തെ, അത് തൗറാത്താകാം, സബൂറാകാം, ഇഞ്ചീലാകാം, അവസാനം നമ്മിലേക്ക് വന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പാരായണം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ അള്ളാഹുവിന്റെ മുർസലീങ്ങൾ വന്നാൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫമനിത്തഖാ വഅസ്ലഹ. ഉറങ്ങരുത് കേട്ടോ. നിങ്ങൾ വോട്ട് ചെയ്യാൻ കാണിച്ച അതേ ജാഗ്രത, അതിലേറെ ജാഗ്രത പള്ളിയിലുണ്ടാകണം. ഉറങ്ങരുത്. അപ്പോൾ ആര് സൂക്ഷ്മത പാലിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്തോ, അങ്ങനെ പറഞ്ഞാൽ എന്താ? അപ്പോൾ ആ റസൂലിനെ, നമ്മിലേക്ക് വന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബിയെ നിങ്ങൾ അനുസരിക്കുകയും ആ മുർസലീങ്ങൾ കൊണ്ടുവന്നതിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുക. ഇത് ഓരോ സമൂഹത്തിനും ബാധകമാണ്. എനിക്കും നിങ്ങൾക്കും ബാധകമായത് എന്താണ്? മുഹമ്മദ് നബിയെ അനുസരിക്കുകയും മുഹമ്മദ് നബിയിലൂടെ കടന്നു വന്ന വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുകയും ചെയ്യുക. തഫ്സീർ, മുഖ്തസർ തഫ്സീറിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ പഠിപ്പിക്കണം അങ്ങനെയാണ്. ഇനിയോ ഒന്നുകൂടി, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും അവന്റെ വിലക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും തങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
നബിമാരെ സ്വീകരിക്കുക, നബിമാരെ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക, തഖ്വ പാലിക്കുക, നിലപാട് നന്നാക്കുക. എങ്കിൽ ആഖിറത്തിൽ ഭയപ്പെടേണ്ടതില്ല. ദുനിയാവിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ടതുമില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. ഒന്നാമത്തെ കാര്യം ഹുദ സ്വീകരിക്കുക എന്നതാണ്. ഇനി രണ്ടാമത് ഈ ആയത്ത് തന്നെ വേറൊരു രീതിയിൽ കാണാം. ഫലാ ഖൗഫുൻ അലൈഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതെന്താ? സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ, പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴടങ്ങുന്നവർ, നന്മയിൽ അള്ളാഹുവിനനുസരിക്കുന്നവർ, നന്മ ചെയ്തിട്ട് റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവർ, പുണ്യവാന്മാർ, അവർക്കും ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് തികച്ചും കീഴടങ്ങുന്നവരാരോ അവർക്കാണ് രക്ഷയുള്ളത്, അവർക്കാണ് സ്വർഗപ്രവേശനമുള്ളത്. അവർക്ക് യാതൊരു കാര്യത്തെക്കുറിച്ചും ഭയമോ വ്യസനമോ വേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആർക്ക്? നന്മകൾ പ്രവർത്തിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല, നന്മകൾ പ്രവർത്തിക്കുന്നവർ വ്യസനിക്കേണ്ടതില്ല. നന്മ പ്രവർത്തിക്കുന്നവർ ഏതാ ഏറ്റവും വലിയ നന്മ? സുഇല അയ്യുൽ അഅമാലി അഫ്ളൽ അൽ ഈമാനു ബില്ലാഹ് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നന്മ. നിസ്കാരം, സകാത്തുണ്ട് അവിടെ, നോമ്പുണ്ട് അവിടെ, ഹജ്ജുണ്ട് അവിടെ, ഹജ്ജ്, ഉംറയുണ്ട് അവിടെ, തിലാവത്തുൽ ഖുർആൻ, ബിർറുൽ വാലിദൈൻ, എത്രയെത്ര നന്മകൾ. എന്തിന്? ഈ ചൂടുള്ള കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും വെള്ളം കുടിക്കുന്നവരാ. ഒരു ചെറിയ പാത്രത്തില്, വീടിന്റെ ഉമ്മറത്തോ പുറത്തോ എവിടെങ്കിലും ചെറിയ പാത്രത്തില് ഏതെങ്കിലുമൊക്കെ അള്ളാന്റെ പടപ്പുകൾ, കിളികൾ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ച് വെക്കുന്നത് പോലും പുണ്യമാണ്. എല്ലാ നന്മയും. ഈ നന്മ ചെയ്യുന്നവർ പേടിക്കേണ്ട, വ്യസനിക്കേണ്ടതാണ്. നന്മ ചെയ്യുന്നവർ പേടിക്കേണ്ട, വ്യസനിക്കേണ്ട. അള്ളാഹ് പറഞ്ഞതാണ്. എന്താ അള്ളാഹ് പറഞ്ഞറിയോ? ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ وهو محسن فله أجره عند ربي ولا خوف عليهم ولا هم يحزنون. ആര് നന്മ പ്രവർത്തിക്കുന്നവരായ നിലയിൽ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായ നിലയിൽ തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയോ അവന് തന്റെ റബ്ബിങ്കൽ അതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അതെന്താണ്? സ്വർഗമുണ്ടായിരിക്കും. ഇനിയോ അത്തരക്കാർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ആരാണ് ഭയപ്പെടേണ്ടതില്ലാത്തവർ? ആരാണ് ദുഃഖിക്കേണ്ടതില്ലാത്തവർ? ഇഖ്ലാസോടുകൂടി അമലുകൾ പ്രവർത്തിച്ചവർ, ഇത്തിബാഓടുകൂടി അമലുകൾ പ്രവർത്തിച്ചവർ. അതാണ് ഈ ആയത്തിന്റെ തഫ്സീർ. എങ്ങനെ അമലുകൾ പ്രവർത്തിക്കണം? ഇഖ്ലാസോടുകൂടിയും ഇത്തിബാഓടുകൂടിയും. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാമിങ്ങൾ പറയാം, ബലാ മൻ അസ്ലമ വജ്ഹഹു. അസ്ലമ എന്ന് പറഞ്ഞാൽ ബിമഅന അഖ്ലസ, ഇഖ്ലാസോടുകൂടി, ഖാലിസൻ. എന്താണ് ഖാലിസ് എന്ന് പറഞ്ഞാൽ? പ്യുവർ. ഇംഗ്ലീഷിൽ അതിന് മായന പറയാം പ്യുവർ എന്നാണ്. പ്യുവർ എന്ന് പറഞ്ഞാൽ എന്താ? കലർപ്പില്ലാത്തത്, മായം കലരാത്തത്. മായം കലരാത്ത വിശ്വാസം, മായം കലരാത്ത നിസ്കാരം, മായം കലരാത്ത സക്കാത്ത്, മായം കലരാത്ത നോമ്പ്, മായം കലരാത്ത ഹജ്ജ്, മായം കലരാത്ത ഇബാദത്തുകൾ. റിയാഉം സുംഅത്തും ശിർക്കിന്റെ ഇനങ്ങളോ വകുപ്പുകളോ ഒന്നുമില്ലാത്ത ശുദ്ധമായ കർമ്മം. അങ്ങനെ ഒരാൾ കർമ്മം ചെയ്താൽ, അങ്ങനെ ഒരാൾ നന്മ ചെയ്താൽ, അങ്ങനെ നന്മ ചെയ്താൽ അയാൾക്ക് എന്തുണ്ട്? സ്വർഗ്ഗമുണ്ടെന്നാണ്. ഖൗലുഹു തആല വഹുവ മുഹ്സിനുൻ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഐ ഫി അമലിഹി, അവന്റെ അമലിൽ അവൻ ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കണം. എങ്കിൽ എന്തുണ്ട്? ഫലഹു അജ്റുഹു, അവനെന്തുണ്ട്? അള്ളാന്റെ അടുത്ത് അതിന്റെ പ്രതിഫലം ഉണ്ടാവുന്നതാണ്. അതെന്താണ്? ഖാല അസ്സജ്ജാജ് റഹിമഹുല്ലാഹ് യുരീദു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഹുവ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ അൽഹംദുലില്ലാഹ്. അപ്പൊ ഭയവും ദുഃഖമല്ല. എങ്ങനെയാണ് ഭയവും ദുഃഖമില്ലാത്തത്? ഇഖ്ലാസും ഇത്തിബാഉം ഉള്ളവരായി ഇബാദത്തുകൾ നന്നാക്കുന്നവരാണ്. പ്രിയമുള്ളവർ, രണ്ടാമത്തെ കാര്യം, നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ ഇഖ്ലാസ് ഉണ്ടാകണം, ഇത്തിബാ ഉണ്ടാകണം. ഇത് അടിസ്ഥാനപരമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകൾ, അടിസ്ഥാനങ്ങൾ പഠിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കിയ ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ അതിനകത്ത് രണ്ട് ഷർത്തുണ്ട്. അതെന്താണ്? ഒന്ന് ഇഖ്ലാസ്. ഈ ഇരുത്തത്തിൽ പോലും ഇഖ്ലാസ് ഉണ്ടാകണം.
നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇത്തിബാ ഉണ്ടാകണം. അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതല്ല, പിന്നെ ചെയ്യുന്നത് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അങ്ങനെ ചെയ്യണം. കുറേ ചെയ്യാനല്ല പറഞ്ഞത്. അഹ്സനു അമലന, അഹ്സനു അമല എന്ന് പറഞ്ഞാൽ അഖ്ലസുഹു വഅസ്വബുഹു എന്നാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി തഫ്സീർ നൽകിയത്. ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടി ചൊവ്വായ സവാബ് അഥവാ ഇത്തിബാഉർ റസൂൽ, അതന്നെയാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർ ഭയക്കേണ്ട, ദുഃഖിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെയ്യണ കർമ്മങ്ങൾ ഇഖ്ലാസും ഇത്തിബാഉം ഉള്ളതാക്കിയാൽ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ്. മൂന്നാമത്തെ അല്ലാഹു തആല ഈ പറഞ്ഞ വിഷയം പഠിപ്പിക്കുന്നത് മറ്റൊരു സംഗതിയിലാണ്. അത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ദുഃഖിക്കേണ്ട, വ്യസനിക്കേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ മനസ്സിൽ എന്തുണ്ട്? ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത. ആഖിറമുണ്ട് എന്ന് വിശ്വസിക്കണോ? ഈ ഇരിക്കണത് മുഴുവനും ആഖിറമുണ്ട്. ശരിക്ക് ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സൂറത്ത് അൽ ബഖറയിലേക്ക് കടന്ന കാണാം, യഹൂദന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് പോലും കാണാം അവർക്കും ആഖിറത്തിൽ ബോധമുണ്ടായിരുന്നു. പക്ഷെ അവർ ദുനിയാവിനോട് അങ്ങേയറ്റത്തെ ഹുബ്ബ് പുലർത്തിയവരാണ്. 1000 വർഷത്തെ ആയുസ്സൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ സൂറത്ത് ബഖറ 96, 97, 98 ആയത്ത് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അത്രയും കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും എന്തിന്? ദുനിയാവിനോട് അടങ്ങാത്ത പ്രേമം, ഹുബ്ബ്. ഇന്ന് ഈ ഒരു ദിവസത്തെ ചൊല്ലിയുള്ള 2-3 മാസങ്ങളിലായി നാം കാണുന്ന വെപ്രാളത്തിലും ആശങ്കയിലും മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഈ രാജ്യത്ത് തന്നെ ജീവിക്കണമെന്ന അടങ്ങാത്ത പ്രേമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ രാജ്യത്ത് 25 കൊല്ലം ജീവിക്കുമ്പോ ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നുണ്ടാകണതല്ല. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇപ്പൊ കളിക്കണ കളികളും, ഇപ്പൊ കാണുന്ന സിനിമ, ഇപ്പൊ കാണുന്ന സീരിയലും, ഇപ്പൊ കളിക്കണ തോന്നിവാസങ്ങളും പേക്കൂത്തുകളുമായി തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന മോഹത്തിൽ നിന്നുണ്ടാകുന്നത്, അടങ്ങാത്ത മോഹത്തിൽ നിന്ന്. അല്ലാഹു തആല നമ്മൾ ആ കൂട്ടത്തെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ ജീവിച്ചാലും ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണം. എവിടെ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കണം. അതാണ് ആഗ്രഹം. അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഗൗരവത്തിലേക്ക് മനുഷ്യർ ഏത് മതത്തിൽ ജനിച്ചാലും പ്രായപൂർത്തിയാകുമ്പോൾ ഇസ്ലാം എന്നത് അള്ളാന്റെ ദീനാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിക്ക് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. ഈ സമൂഹത്തിനകത്ത് ജനിച്ചവരും പുറത്ത് ജനിച്ചവരുടെ ഒക്കെ ഹുക്കും അങ്ങനെ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാത്തൊന്നും സ്വീകരിക്കൂല. അല്ലാഹ് അതല്ലാത്ത സ്വീകരിക്കൂല. അതുകൊണ്ട് എവിടെ ജനിച്ചാലും ഈ രീതിയിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് യാതൊന്നിനെ കുറിച്ചും ഭയമോ വ്യസനമോ ഉണ്ടായിരിക്കില്ല. എന്താ പറഞ്ഞറിയോ? ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ والصابئون والنصارى من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون. നിശ്ചയമായും വിശ്വസിച്ചവരും, അഥവാ തഫ്സീർ അൽ മുസ്ലിമൂന, എന്തിലൊക്കെ വിശ്വസിക്കണം? 6 ഈമാൻ കാര്യങ്ങൾ, 6 വിശ്വസിച്ച മുസ്ലിമീങ്ങൾ. വല്ലദീന ഹാദു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു, അതുപോലെ യഹൂദികളും അഥവാ തൗറാത്തിനെ ചുമക്കുന്ന അതിന്റെ അഹ്ലുകാർ. വസ്സാബിഊന, സാബികൾ എന്ന് പറഞ്ഞാൽ അവർ മജൂസികൾക്കും നസാറാക്കൾക്കും ഇടയിലുള്ള ഒരു സങ്കര ഇനമാണ് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. അതല്ല മജൂസികളിൽപ്പെട്ട ഒരു വിഭാഗമാണെന്ന് പറയുന്നു. അതല്ല യഹൂദന്മാരിൽ നിന്ന് പിന്നീട് ഫിർഖത്തായി വന്നവരാണെന്ന് പറയുന്നു. അതുമല്ല സബൂറിന്റെ അനുയായികളിൽപ്പെട്ടവരാണെന്ന് പറയുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. സാബികൾ വൻ നസാറാക്കളും, അവരിൽ ആരായാലും ശരി, ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹ, ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരാരാകട്ടെ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്കൊരു ഭയവും ഉണ്ടാകില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല.
അപ്പൊ ഇതിലൊക്കെ ജീവിക്കണവനൊക്കെ എന്ത് ചെയ്താലും ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ടെന്നല്ല. അങ്ങനെയല്ല. ഇത് എന്താ പറയാ, താരതമ്യ പഠനത്തിന്റെ മേഖലകളിൽ ഏറ്റവും അധികം ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരായത്താണ്. എന്ത് മതേതരത്വം പറയാനൊക്കെ ചില ആളുകൾ ഉപയോഗിക്കുന്ന ഒരായത്താണ്. എല്ലാതും ഒന്ന് തന്നെ, എല്ലാ പുഴകളും ഒഴുകിപ്പോകുന്നത് സമുദ്രത്തിലേക്കാണ് എന്നതുപോലെ തന്നെയാണ് എന്നൊക്കെ പറയാൻ ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്ന ആയത്താണ്. സത്യത്തിൽ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് അറിയോ? നിശ്ചയമായും വിശ്വസിച്ചവർ അഥവാ മുസ്ലിങ്ങൾ അവരെന്തിനാ വിശ്വസിച്ചത്? വിശ്വസിക്കേണ്ടത് എന്തൊക്കെയുണ്ടോ അതൊക്കെ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിശ്വസിക്കണം. അതേ നിലപാടിലേക്ക് ആര് വരണം? യഹൂദന്മാര് വരണം, സാബികൾ വരണം, നസാറാക്കൾ വരണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. സൂറത്ത് 5-ാം അധ്യായം സൂറത്ത് മാഇദ 69-ാമത്തെ ആയത്ത്. തീർച്ചയായിട്ടും യഹൂദരും സാബികളും നസാറാക്കളും ഒക്കെ ആരാണ്? ചില നബിമാരുടെ പിൻഗാമികളാണ്. തഫ്സീർ പരിശോധിച്ചാൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് കാരണം ഇവരിൽ ആരായാലും, ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരായാലും ശരി, അവർക്ക് ഉണ്ടാകേണ്ട ഷർത്ത് എന്താണ്? അവര് അള്ളാഹുവിൽ വിശ്വസിക്കണം, അന്ത്യനാളിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഇനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്നവരാകണം. അതുപോലെ അന്ത്യനാൾ വിശ്വസിക്കണം, പഠിപ്പിക്കപ്പെട്ടതുപോലെ വിശ്വസിക്കുന്നവരാകണം. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു ഇഖ്ലാസോടെ, ഇത്തിബാഓടുകൂടി, അഥവാ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ മുന്നിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നതിന് ശേഷം, അത് ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നതിന് ശേഷമാണ് ഈ ആയത്ത്. നബിക്കാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ നബി വന്നതിന് ശേഷമുള്ള യഹൂദ നസാറാക്കളും സാബികളും മുഴുവനും മുഹമ്മദ് നബി കൊണ്ടുവന്നതിനെ വിശ്വസിച്ച് അംഗീകരിക്കണം. അല്ലേ കാര്യമില്ല. ഈ ശരീഅത്താകണം അവർ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ കാര്യമില്ല. അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശരീഅത്ത് പിൻപറ്റുന്ന ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിന് ശേഷം പിന്നെ പിൻപറ്റേണ്ട ശരീഅത്ത് മുഹമ്മദ് നബിയുടെ ശരീഅത്താണ്. അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഖുത്ബയുടെ പരിമിതിയിൽ സൂചനകൾ മാത്രം പറയുന്നു. അപ്പോ അള്ളാഹുവിലും അന്ത്യനാളിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് ഭാവിയിലൊന്നും ഭയപ്പെടേണ്ട, അവർ നഷ്ടപ്പെട്ട ദുനിയാവിലെ വിഭവങ്ങൾ ഓർത്ത് ദുഃഖിക്കേണ്ടതുമില്ല. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, മാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ ഫമൻ ആമന വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്ത് അൻആം 48-ാമത്തെ ആയത്ത്. സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെ നാം ദൂതന്മാരയക്കുന്നില്ല. ഒന്ന് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത, നരകത്തെക്കുറിച്ചുള്ള താക്കീതുകൾ. എന്നിട്ട് ആര് വിശ്വസിക്കുകയും ആര് നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്തുവോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അഥവാ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാകണം. ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ഒരു തഫ്സീറാണ് നൽകിയത്. എത്രത്തോളം അറിയോ? അവന്റെ വിശ്വാസവും പ്രവർത്തികളും ഉദ്ദേശങ്ങളും അവൻ നന്നാക്കുകയും വേണം. വിശ്വാസം നന്നാക്കണം, പ്രവൃത്തി നന്നാക്കണം, നീയത്ത് നന്നാക്കണം. എങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നാണ്. യാ ഇബാദി, അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ الذين آمنوا بآياتنا وكانوا مسلمين ادخلوا الجنة أنتم وأزواجكم تحبرون. ആഖിറത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ വിളിക്കപ്പെടും. എന്താണ്? എന്റെ ദാസന്മാരെ, ഇന്ന് നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ഭയമില്ലാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞത്? നിങ്ങൾ എങ്ങനെയായിരുന്നു നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുകയും, ദുനിയാവിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുകയും കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്തവരത്ര നിങ്ങൾ. അവിടെ കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വകാനു മുസ്ലിമീന, നിങ്ങൾ മുസ്ലിമായിക്കൊണ്ടാണ് ജീവിച്ചത്. മുസ്ലിമായിക്കൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത്, അങ്ങനെ തന്നെ മരിച്ചത്. അതാണ് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
അങ്ങനെ തന്നെ അവർ മനുഷ്യർ. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. എത്രത്തോളം അറിയാം, ഒരു സന്തോഷ വാർത്തയും കൂടി അല്ലാഹു പറയാണ്. നിങ്ങൾ എന്തൊരു നിലപാടിലാണ് ഉണ്ടായിരുന്നത്, അതേ നിലപാടിലാണ് നിങ്ങളുടെ കൂടെയുള്ളവരുണ്ടായിരുന്നത്. അപ്പൊ അല്ലാഹു പറയാണ്, ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറുൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. 43-ാം അധ്യായം 68, 69, 70 ആയത്തുകൾ. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറയണ കാര്യം എന്താ അറിയോ? ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഭയവും വേണ്ട. ഏതാ ഭാവി? സ്വർഗമാണ്. എവിടെ അവരുള്ളത്? സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ടെന്ന് മാത്രമല്ല, ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയ ഐഹിക വിഭവങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. നിങ്ങൾ വീടുണ്ടാക്കുന്നതിനിടയിൽ, വാഹനം ഓടിക്കുന്നതിനിടയിൽ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയിൽ നിങ്ങളുടെ ഇണകളെയും മക്കളെയും ഈ ദുനിയാവിലെ സംവിധാനങ്ങളൊക്കെ വിട്ടേച്ചാണ് നിങ്ങൾ മരണമടഞ്ഞത്. ആലോചിച്ചൊക്കെ ശരിക്ക് ജീവിതത്തിൽ അയാൾ ഉദ്ദേശിച്ചൊരു പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് മരിക്കണത്. അയാൾ വിട്ടേച്ചു പോയത് എന്തൊക്കെയാണ്? നല്ലൊരു വീട്, കുറെ അയാളുടെ ഇണകൾ, അയാളുടെ മക്കൾ, ദുനിയാവുമായി ബന്ധപ്പെട്ട ലോകം. ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ ഒരു ലോകത്തെ കുറിച്ച് വ്യസനിക്കുകയേ വേണ്ട. കാരണം എന്താ? നിങ്ങൾ ജീവിക്കണം അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിൽ. അല്ലദീന ആമനൂ ബി ആയാതിന വകാനൂ മുസ്ലിമീൻ. നിങ്ങൾ ആരായിരുന്നു ദുനിയാവിൽ? വാഹനം ഓടിക്കുമ്പോഴും, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും, നിങ്ങൾ കാർപ്പൻറ്റർ പണിക്കാരനാണ്, നിങ്ങൾ എഞ്ചിനീയറാണ്, നിങ്ങളൊരു അധ്യാപകനാണ്, നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങൾ ദുനിയാവിൽ ഒരു കൂലിപ്പണിക്കാരനാണ്, നിങ്ങളൊരു ഒരു തെങ്ങിൽ കയറി തേങ്ങ ചെത്തി ആളുകൾക്ക് അങ്ങനെ വിറ്റിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ജീവിതത്തിൽ ഹലാലും തൊയ്യബ എന്ത് പണിയെടുത്താൽ നിങ്ങൾ ആരായിരുന്നു? ആമനൂ ബി ആയാതിനാ വകാനൂ മുസ്ലിമീൻ. നിങ്ങൾ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്ന ഒരു മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട, ഭയക്കണ്ട, ദുഃഖിക്കണ്ട. അപ്പൊ നമ്മളിവിടെ എന്താകുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താകുമ്പോഴും നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഭാര്യയായാലും ശരി, ഭർത്താവായാലും ശരി, നീ ഒരു പുരുഷനായാലും നീ ഒരു സ്ത്രീ ആയാലും ശരി, പ്രായപൂർത്തിക്കിപ്പുറം നിന്റെ വിശ്വാസം എന്ത്, പ്രായപൂർത്തിക്കിപ്പുറം നിന്റെ കർമ്മങ്ങൾ എന്ത്, അതാണ് ഭയമില്ലാത്ത, ദുഃഖമില്ലാത്ത, വ്യസനമില്ലാത്ത, വേദനയില്ലാത്ത ഒരു ലോകത്തെ നിനക്ക് സംവിധാനിക്കുന്നത്. അല്ലാഹു അക്ബർ. ഈ ആയത്തിനെ വിരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാര് പറയണം, അഥവാ അള്ളാന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചവരും ഖുർആനിലെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും വിരോധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും അതിന് കീഴൊതുങ്ങിയവരുമായിരുന്നു അവർ. അതാണ് അല്ലദീന ആമനൂ ബി ആയാതിന വകാനൂ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ. ഖുർആനിൽ വിശ്വസിച്ചവരാണ്, അത് ഇറക്കിയ നബിയിൽ വിശ്വസിച്ചവരാണ്, ആ കിതാബ് സുന്നത്തും അനുസരിച്ച് ജീവിക്കണവരാണ്. അല്ലാഹു തആല നമ്മളെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും നിലക്കാത്ത സുഖസൗകര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഇണകളും സമാനരായ വിശ്വാസമുള്ളവരും സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നവരോട് പറയപ്പെടും. പ്രിയമുള്ളവർ, ഇതിലും വലിയൊരു ആശംസ എന്താ? ഇവിടെ മനുഷ്യക്ക് നമ്മള് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാവങ്ങളായ ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്തിട്ട് നല്ലൊരു വീടുണ്ടാക്കി, അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ട്, എല്ലാ സംവിധാനമൊക്കെ ഒരുക്കി, എല്ലാം റെഡിയാക്കിയിട്ട് അവരെ കയ്യിൽ ചാവി എടുത്തിട്ട് പറയാം നിങ്ങൾ സമാധാനത്തോടു കൂടി ജീവിച്ചോളി എന്ന് പറഞ്ഞാൽ അയാളെ കണ്ണെന്ന് ഒഴുകുന്ന കണ്ണുനീരിന്റെ അളവ് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അയാളുടെ ഹൃദയത്തിലെ സന്തോഷത്തിന്റെ വിശാലത നമുക്ക് പറയാൻ പറ്റൂല. എന്തിന്? ഒരു പുതുമണവാളനെയും ഒരു പുതുമണവാട്ടിയും ഒരുമിച്ച് റൂമിനകത്തേക്ക് കയറ്റിയിട്ട് ആശംസാ വാക്കുകൾ പറയുന്നിടത്ത് പോലും അവരനുഭവിക്കുന്ന ഒരു കുളിരുണ്ട്, അത് വിവരണാതീതമാണ്. എന്നാൽ ആകാശഭൂമികളെക്കാളും വിശാലതയുള്ള അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അവന്റെ ലിഖാഉം ഫളലും റഹ്മത്തും നേർക്ക് നേരെ ലഭിക്കുന്ന സ്വർഗത്തിന്റെ വിശാലതയിലേക്ക് കയറാൻ ഭാഗ്യം കിട്ടുന്ന ഒരാളുടെ മനസ്സിന്റെ വിശാലതയെ കുറിച്ച് എങ്ങനെ പ്രിയമുള്ളവർ നമ്മളിവിടെ പറയാം? എങ്ങനെ പറയാം? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ. കൺകുളിർപ്പിക്കുന്ന എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരാൾക്കും അറിയില്ല എന്നുള്ള പറഞ്ഞുതരാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു തആല ആ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഈമാനും തഖ്വയും ഇഖ്ലാസും ഒക്കെ നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഈ പറഞ്ഞ ഭയവും വ്യസനവും ഇല്ലാത്ത വിഭാഗത്തിൽ രണ്ട് ലോകത്തും അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد
ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസികും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അല്ലാഹു തആല ചർച്ച ചെയ്തൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായം സൂറത്ത് അഹ്ഖാഫിന്റെ 13 കാണാം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് ആ പറഞ്ഞ ആശയത്തിൽ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്തവരാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. നോക്ക് നിങ്ങൾ, റബ്ബുനല്ലാഹ് ثم استقاموا, തൗഹീദ് പ്രഖ്യാപിക്കുക, തൗഹീദിൽ ഉറച്ചു നിൽക്കുക. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബി, ആരോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം ഒരു കാര്യം പറഞ്ഞു തന്നാലും. അപ്പൊ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആമൻതു ബില്ലാഹ് ثم استقم. നീ ഉറച്ചക്ക്, അല്ലാഹു തആല ഉറച്ചക്കുള്ള തൗഫീഖ് മാറാവട്ടെ. അത്തരം ആളുകൾക്ക് ഭയം ഉണ്ടാവില്ല, ദുഃഖിക്കേണ്ടി വരില്ല. അതിനാൽ ഇമാം സഅദി പറയണം അതിനെക്കുറിച്ച്, അവർക്ക് അവരുടെ മുന്നിലുള്ള എല്ലാ ശർറുകളെ കുറിച്ചും പരലോകത്തൊന്നും ഭയക്കേണ്ടതില്ലെന്ന്. ഒന്നിനെ കുറിച്ചും പരലോകത്ത് ഭയക്കേണ്ടതില്ല. ദുനിയാവിൽ നഷ്ടപ്പെട്ട വിഭവങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ അവർ വിട്ടേച്ചു പോകുന്നതിനെ ഓർത്ത് അവർക്ക് സങ്കടപ്പെടേണ്ടതുമില്ല. അതാണ് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ. കാരണം എന്താ അറിയോ, മരിക്കണ നേരത്തെ തന്നെ മലക്കുകൾ അവരോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് ആ മാർഗത്തിൽ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയും, ഇപ്രകാരം പറയും, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടുകയോ നിങ്ങൾ ദുഃഖിക്കുകയോ വേണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തെ പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്നാണ്. വല്ലാത്തൊരു വാക്കാണ് ഈ വാക്ക്. മരിക്കുന്ന സമയത്ത് മരണത്തിന് വിധിക്കപ്പെട്ടവരോട് മലക്കുകൾ പറയണം. ഇതേ സന്തോഷ വാർത്ത ആഖിറത്തിൽ അയാളെ കാത്തിരിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈമാനിൽ ദീനിൽ ഇസ്തിഖാമത്തുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനത്തെ ആളുകൾക്ക് ദുഃഖമില്ല, ഭയമില്ല. ഇനിയോ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ വന്നാൽ വീണ്ടും കാണാം, അള്ളാഹുവിന്റെ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് റബ്ബ് ചർച്ച ചെയ്തൊരു കാര്യം, ഈമാനിന്റെ കൂടെ നമ്മളെ കൂടെ ഉണ്ടാകേണ്ട, ഈമാനിനോടൊപ്പം ചേർത്തി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തഖ്വ എന്നുള്ളത്. ഒരു മാസത്തെ നോമ്പിൽ നാം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചതും ഈ തഖ്വക്ക് വേണ്ടിയാണ്. ആ തഖ്വയെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞ വാക്ക് തരൂ, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂന. അറിയുക, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് ഭയമില്ല, അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. അല്ലദീന ആമനൂ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് ഔലിയാക്കൾ? ഔലിയാക്കൾ ഇസ്ലാമിക മാർഗത്തിൽ ജീവിക്കാത്ത, നിസ്കരിക്കാത്ത, കുളിക്കാത്ത, ഉടുക്കാത്ത, ഉണ്ണാത്ത, ഹക്ക് വീട്ടാത്ത, നുണ പറയുന്ന, തെറി പറയുന്ന, വൃത്തികേട് കാണിക്കുന്ന, റമദാൻ മാസത്തിൽ പോലും ഭക്ഷണം കഴിക്കുകയും കടന്നു വന്ന ആളുകളെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണോ? അല്ല പ്രിയമുള്ളവർ. ആരാണ് ഔലിയാക്കൾ? അല്ലദീന ആമനൂ, ഈമാനുള്ളവരാണ്. വകാനൂ യത്തഖൂൻ, അതോടൊപ്പം തന്നെ അവരാരെന്നറിയോ? അവര് അള്ളാഹുവിൽ തഖ്വ പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. അവരാണെന്ത്? മുത്തഖീങ്ങൾ. എന്നിട്ട് അവരെ കുറിച്ച് അല്ലാഹു പറയാണ് എന്ത്? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. അവർക്കാണ് ദുനിയാവിലെ ജീവിതത്തിലും പരലോകത്തും സന്തോഷ വാർത്തയുള്ളതെന്നാണ്. അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞൊരു വിഷയം അതാണ്. ആരാണ് വലിയ എന്ന ചോദ്യത്തിന് ഹദീസുകൾ കാണുന്ന വലിയ ചില ഉത്തരങ്ങളുണ്ട്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഒരിക്കലും അശ്രദ്ധരാഗതി വാക്കിനെ കുറിച്ച്. ആരാണ് ഔലിയ? ആരാണ് ഔലിയ എന്നതിന്റെ പ്രാഥമിക അടയാളമാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തൊട്ട് ഒരു അസർ കാണാം, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനവറുകൾ പറയാം, ഖാല യുദ്കറുല്ലാഹു ലിറുയതിഹിം, യുദ്കറുല്ലാഹു ലിറുയതിഹിം. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരറിയോ? അവരെ കാണുമ്പോ മറ്റുള്ളവർക്ക് അല്ലാഹനെ കുറിച്ച് ഓർമ്മ വരുന്നു.
ഞാനൊരു വലിയാണെങ്കിൽ എന്നെ കാണുമ്പോ നിങ്ങൾക്ക് ആരോർമ്മ വരുന്നറിയോ? ആരോർമ്മ വരുന്നറിയോ? അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുന്ന അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. حدثنا كثير بن شهاب القزويني ثنا محمد بن سعيد بن سابق ثنا يعقوب الأشعري عن جعفر عن سعيد بن جبير عن ابن عباس قال رجل يا رسول الله من أولياء الله. ابن عباس ചോദിക്കാൻ ആരാണ് ഔലിയാക്കൾ? قال അദ്ദേഹം പറഞ്ഞു ദേ വാക്കന്നെ വേറെ രീതിയിലെന്ന് മാത്രം, الذين إذا رؤوا ذكر الله عز وجل. അവരിലേക്ക് നീ നോക്കിയാൽ, അള്ളാന്റെ ഔലിയാക്കളിലേക്ക് നോക്കിയാൽ നിനക്ക് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ എങ്കിൽ അവരാണ് അള്ളാന്റെ ഔലിയാക്കൾ. അള്ളാഹു ഈ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് വലിയ ഖൈറായ കാര്യം. അങ്ങനെ സ്നേഹിച്ച ആളുകൾക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക. ഒരു മുഅ്മിൻ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹവും ബന്ധവും ഒക്കെ അള്ളാഹിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കണം. ഞാനും നിങ്ങളും ഒരാളെ സ്നേഹിക്കുന്നത്, ഞാനും നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നത് എന്തിന്? ഉമ്മയെ സ്നേഹിക്കുന്നിടത്തും ബാപ്പനെ സ്നേഹിക്കുന്നിടത്തും ഇണകളെ സ്നേഹിക്കുന്നിടത്തും മക്കളെ സ്നേഹിക്കുന്നിടത്തും പോലും അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായി. അൽഹംദുലില്ലാഹ്, വലിയ നിഅമത്താണ്. അള്ളാന്റെ വജ്ഹിന് വേണ്ടി ഞാൻ എന്റെ ഇണയെ സ്നേഹിക്കുന്നു എന്ന് ഒരാൾക്ക് പറയാൻ പറ്റിയ അതത്ര വലിയ നിഅമത്താണ്. ഇന്നി ഉഹിബ്ബുക ഫില്ലാ. നമ്മൾ പറയില്ലേ, ഞാൻ നിന്നെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു. അപ്പൊ അയാൾ തിരിച്ചു പറയേണ്ട വാക്കെന്താ? അഹബ്ബകല്ലാഹുല്ലദീ അഹ്ബബ്തനി ലഹു. ഏതൊരു അള്ളാഹ്ക്ക് വേണ്ടി നീ എന്നെ സ്നേഹിക്കണോ അതേ അള്ളാഹ്ക്ക് വേണ്ടി ഞാനും നിന്നെ സ്നേഹിക്കണം. ആലോചിച്ചൊക്കെ, ഇതൊരു ഭാര്യ ഭർത്താവിനോട് പറയാം, ബാപ്പനോട് ഉമ്മനോട് മക്കള് പറയാം, മക്കളോട് വാപ്പിയമ്മയും പറയാം, ആങ്ങളും പെങ്ങളും പരസ്പരം പറയാം, സുഹൃത്തുക്കൾ പരസ്പരം പറയാം, മുഅ്മിനീങ്ങൾ പരസ്പരം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ വലിയ നിഅമത്താണത്. ഇനി ഒരു സുപ്രഭാതത്തിൽ പരസ്പരം ഭിന്നിച്ചു, പിരിഞ്ഞു. അങ്ങനെ പിരിയുന്നിടത്തും ഭിന്നിക്കുന്നിടത്തു പോലും അടിസ്ഥാനം എന്തായിരിക്കണം? അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. ഗ്രൂപ്പല്ല, കക്ഷിയല്ല, വ്യക്തി താല്പര്യങ്ങളല്ല, വേറെന്തെങ്കിലും താല്പര്യങ്ങളല്ല. അള്ളാഹ്ക്ക് വേണ്ടി പിരിയുക, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങുക. ഇതൊരു വല്ലാത്ത ആദർശമാണ്, അഹ്ലുസുന്നയുടെ ആദർശമാണ്. ഇത് എത്ര ആൾക്ക് കഴിയും? അങ്ങനെ കഴിഞ്ഞാൽ എന്തുണ്ടെന്നറിയോ? അങ്ങനത്തെ ആളുകൾക്ക് ഒന്നിനെ കുറിച്ചും ഭയവും വ്യസനവും ഉണ്ടാകുന്നതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തൊട്ട് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ ഇബാദില്ലാഹി لأناسا ما هم بأنبياء ولا شهداء يغبطهم الأنبياء والشهداء يوم القيامة بمكانهم من الله تعالى. ഉമർ ഖത്താബ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളാക്കുമാറാട്ടെ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അവർ അമ്പിയാക്കളിലോ ശുഹദാക്കളിലോ പെട്ടവരല്ല. അന്ത്യനാളിൽ അവർക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള അതിമഹത്തായ സ്ഥാനം കാണുമ്പോൾ ആ മഹത്തായ സ്ഥാനം മോഹിച്ചു പോകുമായിരുന്നറിയോ? അമ്പിയാക്കളും ശുഹദാക്കളും പോലും മോഹിച്ചു പോകും. അങ്ങനെ ചില അടിമകൾ അല്ലാഹുണ്ട്. ഖാലു യാ റസൂലല്ലാഹ്, ചോദിക്കാൻ, തുഖ്ബിറുനാ മൻഹും. സഹാബികൾ ചോദിച്ചു, അള്ളാന്റെ റസൂലേ, അവരെ കുറിച്ച് അവിടുന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. അപ്പൊ നബി പറഞ്ഞു കൊടുക്കാണ്, ഹും ഖൗമുൻ തഹാബ്ബു ബിറൂഹില്ലാഹ്, തഹാബ്ബു ബിറൂഹില്ലാഹ് അലാ ഗൈരി അർഹാമിൻ ബൈനഹും വലാ അംവാലിൻ യതഗാതൗനഹാ. അള്ളാന്റെ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരൊരു വിഭാഗം ജനങ്ങളാണ്, അവരൊരു പ്രത്യേക വിഭാഗം, ഒരു വിഭാഗം ജനങ്ങളാണ്. അവർ അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. നബിമാരും സ്വാലിഹീങ്ങൾ പോലും കൊതിക്കുന്ന സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുപോയതിന്റെ അസൽ എന്താണ്? അവർ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. എന്നാൽ അവർ തമ്മിൽ കുടുംബബന്ധോ എന്തെങ്കിലും കച്ചവട ഇടപാടോ ഒന്നുള്ളവരല്ല. കുടുംബബന്ധത്തിന്റെ പേരിൽ സ്നേഹിച്ചവരല്ല, കച്ചവട ഇടപാടിന്റെ പേരിൽ സ്നേഹിച്ചവരല്ല, അള്ളാന്റെ പേരിൽ മാത്രം സ്നേഹിച്ച ആളുകൾ. എന്നിട്ട് നബി പറയാണ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്ന വുജൂഹഹും ലനൂറുൻ, ഇന്ന വുജൂഹഹും ലനൂറുൻ, അവരുടെ മുഖം പ്രകാശപൂരിതം തന്നെയായിരിക്കും. വഇന്നഹും അലാ നൂരിൻ, അവർ പ്രകാശത്തിന്മേലായിരിക്കും. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ജനങ്ങൾ ഭയപ്പെടുമ്പോൾ
അവർ ഭയപ്പെടുന്നവരല്ല. വലാ യഹ്സനൂന ഇദാ ഹസിന الناس ജനങ്ങൾ ദുഃഖിക്കുമ്പോൾ അവർ ദുഃഖിക്കുന്നവരുമല്ല. വഖറഅ ഹാദിഹിൽ ആയ ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, തീർച്ചയായും അല്ലാഹുവിന്റെ വലിയകളാരോ അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന ആയത്ത് ഓതി. അബൂ ദാവൂദ് 3527 നമ്പർ ഹദീസാണ്. അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാഹ് ഇതിനെ ഹുക്ം നൽകിയത് സ്വഹീഹാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പറഞ്ഞ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കിതാബിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ വിവിധ സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിഭാഗം അതാണ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വ്യത്യസ്ത വിഷയങ്ങളെ പഠിപ്പിക്കുന്നിടത്തൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാഹു തആല അത് മുഴുവനും മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പകർത്താൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചൂടിന്റെ അസഹ്യതയിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല ഖൈറായ റഹ്മത്തുള്ള മഴ നൽകി റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തായ മഴ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടുകൂടി അല്ലാഹുവിന്റെ ദീനെ പഠിച്ചും പകർത്തിയും പ്രബോധനം ചെയ്തും അല്ലാഹു ഉദ്ദേശിച്ച തൃപ്തിപ്പെട്ട കാലം ഈ മണ്ണിൽ തന്നെ തുടരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മർദ്ദിതരായ, വൃത്തികെട്ട, തീവ്രവാദികളായ, ഫാസിസ്റ്റുകളായ ഈ ഭരണകൂടത്തിന് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഉമ്മത്ത് മുസ്ലിമയെ ഈ ശർറിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാജ്യത്തിന്റെ ഭാവി അല്ലാഹു തആല ഉമ്മത്തിന് അനുകൂലമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.